എന്താണ് ഈ വൈബ്? ദൈവമേ, ഇതിന്റെ അർത്ഥം എന്താ? ഞാനൊരു ജെൻസി ആണല്ലോ. ശരിക്കും അതാണല്ലേ വൈബ്? ജെൻസി തന്നെ ഞാൻ അറിയാം. ജെൻസി ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ ഇരിക്കുന്നത് ആൾക്കാരെ കണ്ടാൽ തന്നെ അറിയാലോ, ആശകളായിരുന്നു എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവരെന്താ ഇവിടെ കയറി ഇരിക്കുന്നത്, പൂച്ചയ്ക്ക് എന്താ പൊന്നെടുക്കുന്ന നടത്ത കാര്യം? ശരിക്കും എനിക്ക് കാര്യമൊന്നുമില്ല. ഞാൻ ഇന്നലെ രാത്രി എന്നെ ഗോകുലത്തിലെ നമ്മുടെ കൃഷ്ണമൂർത്തി ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ജയറാമേട്ടനെയും ടീമിനെയും ഒന്ന് അവരുടെ കൂടെ ഒന്ന് ഒരു ഇന്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. ഒന്നും നോക്കിയില്ല, നേരെ ഇങ്ങനെ പോന്നു. എന്തായാലും എനിക്ക് പടത്തിനകത്ത് ഭാഗമാവാൻ പറ്റില്ല, ഈ ഒരു വഴിയിൽ കൂടെ ഇതിന്റെ ഒരു ഭാഗമാവാലോ. ഞാനാണ് അങ്ങോട്ട് താങ്ക് യു. ഇത് നമുക്ക് ഈ അമ്പലത്തിന്റെ ആൽത്തറയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതിലിന്റെ മുകളിലോ ഒക്കെ ഇരുന്നിട്ട് നമ്മള് സാധാരണ നാട്ടിൻപുറത്ത് വെച്ചുള്ള ചർച്ചകൾ ഉണ്ടാവാറ്. അതുപോലെ അത് സിനിമയായാലും രാഷ്ട്രീയമായാലും അങ്ങനെ ഇങ്ങനത്തെ ഇരുന്നത് അടുക്കളയിൽ ഉണ്ടാവാറുണ്ടല്ലോ. ഉണ്ടാവാറുണ്ട്. ഇത് നമുക്ക് പുതിയ സിനിമയെ കുറിച്ച് ഇങ്ങനെ ഒരു ചർച്ചയാവാം. അല്ല, ഈ ഞാൻ ഇവിടെ ഇതിങ്ങനെ സെറ്റ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു, ഇവര് പറഞ്ഞു കുറച്ച് ഫുഡൊക്കെ എടുത്തേക്ക് നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഫുഡ് വന്ന് ചിലപ്പോ ക്വസ്റ്റ്യൻ ചോദിക്കും, എന്റെ കോൺസെൻട്രേഷൻ മാർക്ക് അതിലൊക്കെ ഭയങ്കര കഴിപ്പേ നടക്കത്തുള്ളൂ. അപ്പോ എന്തായാലും ജയറാമേട്ട, പിന്നെ നമ്മള് പോസ്റ്റർ ചെയ്തതിന് ശേഷം കുറെ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. ജയറാമേട്ടൻ എനിക്കാണ് മലയാളത്തില് പോസ്റ്റർ കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്ന പടമാണ്. അപ്പൊ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരുപാട് കഥകൾ കേട്ടിട്ട് സെലക്ട് ചെയ്ത ഒരു സിനിമയായിരിക്കും ഇത്. അത് ഇത്രയൊരു ഗ്യാപ്പ് വരാൻ കാരണം, അല്ലെങ്കിൽ അത്രയ്ക്കും ഈ പടം ചേട്ടൻ അത്ര എന്താണ് ആ ഒരു? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്, എന്താണ് മലയാളം ചെയ്യാതെ അന്യഭാഷകളിൽ പോയിട്ടുള്ള ഈ ചെറുതും വലുതായിട്ടുള്ള വേഷങ്ങളൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? മലയാളം ചെയ്താൽ പോലെ 80s-ലും 90s-ലും 2000-ലൊക്കെ ചെയ്ത പോലത്തെ കുടുംബചിത്രങ്ങൾ ചെയ്തുകൂടെ? അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാർ ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല സിനിമകൾ എന്നെ തേടി വരാത്തത് കൊണ്ടാണ്, അല്ലാണ്ട് വന്നത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുന്നതല്ല. നല്ലതൊന്നും പ്രത്യേകിച്ച് അങ്ങനൊന്നും വന്നില്ല. അപ്പൊ ഇത് ചേട്ടന് അത്രയും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന്? അങ്ങനെ വെറുതെ നമ്മളെന്തിനാ അവകാശവാദം പറയുന്നത്, തകർക്കുന്നത് ഒന്നുമില്ല. സാധാരണ ഞാനൊക്കെ ചെയ്തിട്ടുള്ള പോലത്തെ സിനിമകൾ തന്നെയാണ്, അതേപോലത്തെ ഒരു കുടുംബ സിനിമ. പക്ഷെ ഞാൻ ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ട്രെയിലറിന് മുന്നേ വന്ന ആ ഒരു ചെറിയ ടീസർ പോലത്തെ സംഭവം, അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ട കുറെ സാധനങ്ങൾ അതിനകത്തുണ്ട്. എനിക്ക് ഈ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത് വീണ്ടും ചില വീട്ടുകാര്യങ്ങളുടെയൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അല്ല. ഇത് കുഴപ്പമെന്താ വെച്ചാൽ അപ്പൊ തന്നെ അച്ഛൻ മകൻ കോമ്പിനേഷൻ സിനിമകള് എന്താ ഒരു 30-40 സിനിമകൾ ചെയ്തിട്ടുണ്ട് ഐക്കോണിക് ആയിട്ട്. ഇപ്പൊ മനസ്സിനക്കരെ നോക്കിയാലും വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എടുത്താലും അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ പെട്ടെന്ന് എടുത്തു പറയുന്നത്. അന്നത്തെ കാലത്ത് സിനിമകളിൽ അച്ഛൻ അമ്മ ബന്ധങ്ങൾ അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. ഞാൻ സ്നേഹിക്കുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ ഒരു അമ്മാവനുണ്ടാവും, അവരുടെ അച്ഛനുണ്ടാവും, എന്നെ തല്ലാൻ നടക്കുന്ന 5 ആങ്ങളുമാരുണ്ടാവും. അങ്ങനത്തെ ഈ കഥാപാത്രങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഇന്ന് അതില്ലല്ലോ. അതുകൊണ്ട് അത് റെപ്പറ്റേഷൻ വരാതെ ചെയ്യാന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. പക്ഷെ ഇപ്പൊ ആശകളാര്യത്തിൽ വരുമ്പോ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ജനറേഷനിലെ പാരന്റ്സ് കിഡ്സ് അവർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എപ്പോഴും അച്ഛനും മക്കൾക്കും ഉള്ള ഒരു റിലേഷൻഷിപ്പ് മാറിയിട്ടുണ്ടെന്ന് എനിക്ക് വലുതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. കോർ ഇമോഷൻ എപ്പോഴും സെയിം തന്നെയായിരിക്കും. അല്ല, നിങ്ങൾക്കൊന്ന് അഴിഞ്ഞാടാൻ പറ്റിയ ഒരു സിനിമ തന്നെയായിരുന്നോ അത്? ആൾക്കാരെ കണ്ടിട്ട് പറയാം. നിങ്ങള് അഭിനയിച്ചപ്പോ നിങ്ങൾക്ക് ഒരു വൈബ് 28 വർഷമായില്ലേ നിങ്ങൾ ഒരുമിച്ച്? അതിനുശേഷം അഭിനയിക്കുമ്പോ ഉള്ള ഒരു ഇതാണ്. അപ്പൊ ആ പഴയ ആ വൈബ് ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? വൈബ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും അച്ഛനും മകനും തന്നെയല്ലേ. പിന്നെ പ്രത്യേകിച്ച് ഇതിന് വൈബൊന്നും ഇല്ല. അല്ല, എന്നാലും ആ പണ്ട് അഭിനയിച്ചപ്പോ ജയറാമേട്ടൻ അന്ന് കുഞ്ഞായിരുന്നു കാളിദാസൻ. ഇപ്പോ ഈ വലുതായിട്ട് മെച്യൂരിറ്റി ഒക്കെ വന്ന് അങ്ങനെ കൂടെ അഭിനയിക്കുമ്പോ സീനിൽ അഭിനയിക്കുമ്പോ ഇത് തന്നെ ഞാൻ ഇതിനു മുമ്പ് ഇന്റർവ്യൂല് പറഞ്ഞു, എന്റെ വീട് അപ്പൂന്റെയില് ലാസ്റ്റ് ഷോട്ട് കഴിഞ്ഞ് ആശകളാര്യത്തിലെ ഫസ്റ്റ് ഷോട്ട് എനിക്ക് ആ ഒറ്റ ഇമോഷണൽ കണ്ടിന്യൂറ്റി ഒന്നും അടിച്ചില്ല. നേരെ ആ പടത്തിൽ നിന്ന് ഇതിലേക്ക് ജോയിൻ ചെയ്ത പോലെ ഉണ്ടായിരുന്നു. ഞാൻ എത്ര ഇതിനെക്കുറിച്ച് സംസാരിച്ചാലും കഴിഞ്ഞ കുറേ വർഷമായിട്ടുള്ള പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ഇന്ന് ഈ പുതിയ തലമുറയെ അവരുടെ കാഴ്ചപ്പാടോടുകൂടി കാണുന്ന
മൂന്ന് പേരാണ് ഇതിലിരിക്കുന്നത്. അവരോടാണ് പ്രധാനമായിട്ട് അതിലേക്കാണ് ഞാൻ എത്താൻ പോകുന്നത്. ആളുകൾ കാത്തിരിക്കുന്നത്. ഇതാ വരുന്നത്, ഇതാ ഇഷാനെ ഇഷാനിലേക്കാണ്. ചോദിക്കൂ ഇതിനകത്ത് ഒരു ലോഡ് question ആയിട്ടാണ്. എന്നാണ് എനിക്ക് പറയേണ്ടത്. ഇഷാനി, എങ്ങനെയാണ് ആശകളായിരത്തിലേക്ക്? സോ എനിക്ക് ബേസിക്കലി കൃഷ്ണമൂർത്തി ചേട്ടൻ അമ്മേനെ വിളിച്ചു, അങ്ങനെയാണ് കോള് വരുന്നത്. അപ്പൊ എന്റെ ഫസ്റ്റ് ഫിലിം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഓഫർ ഒന്നും വന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ഞെട്ടിയായി ശരിക്കും എനിക്ക്. അപ്പോൾ പക്ഷേ ദേ സ്റ്റിൽ വാണ്ടഡ് ടു ഡു എ ലുക്ക് ടെസ്റ്റ്, അതൊക്കെ ചെയ്യണമായിരുന്നു. അങ്ങനെ കൊച്ചിയിൽ പോയി അതൊക്കെ ചെയ്തു. വളരെ പെട്ടെന്നായിരുന്നു എല്ലാം സംഭവിച്ചത്. കാരണം മൂവിയൊക്കെ ഡിസൈഡ് ചെയ്ത് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു എനിക്ക് കോൾ വരുന്നതും എല്ലാം. അപ്പോൾ ലുക്ക് ടെസ്റ്റിന് പോയി, അത് ഓക്കെ ആയിരുന്നു. പെട്ടെന്ന് തന്നെ പൂജയായി, ഷൂട്ട് തുടങ്ങി, ഇപ്പൊ ഇത് റിലീസ് ആയതുകൊണ്ട് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അങ്ങനെ ഞാൻ എത്തി. അടിപൊളി. അപ്പോ ഈ 1000 ആശകൾ ഇതുപോലെ ഉണ്ടായിരുന്നതിൽ ഒരു ആശയാണോ ഈ ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി ആണ്. സിനിമ എപ്പോഴും ആഗ്രഹമുള്ളൊരു സംഭവമായിരുന്നു. അങ്ങനെ ഇനി നിന്നെ ഞാൻ പ്രത്യേകിച്ച് കാണണമെന്ന് വിചാരിച്ചിരുന്നു. എന്താ അറിയോ, ഞാൻ വീട്ടില് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് ഒരു ക്രിക്കറ്റ് എന്തെങ്കിലും കളി കാണാം അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ എന്ന് പറഞ്ഞാൽ റിമോട്ട് ചോദിച്ചാൽ മോൻ എടുത്തു വെച്ചേക്കും. എന്നിട്ട് ഇവന്റെ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കാറുണ്ട്. അങ്ങനെ നീ ഈ പടത്തിൽ എത്തിപ്പെട്ടത് ചൂടിന്റെ 2 മക്കളും വിടാതെ കണ്ടുകൊണ്ടിരിക്കുന്നത് അഖിലിന്റെ പ്രോഗ്രാമാണ്. പറഞ്ഞു. ഞാൻ എന്റെ മോനോട് പറഞ്ഞപ്പോ പറയാ, അഖിലിനോട് അന്വേഷണം പറയണമെന്ന് പറഞ്ഞു. അതാണ് അവനും തിരക്കിന്ന് പറഞ്ഞു. 2-3 എപ്പിസോഡിന്റെ കാര്യം പറഞ്ഞു. ഏതോ ഡോറയുടെ ഒരു എപ്പിസോഡ് ചെയ്തോ, പിന്നെ എന്തോ സ്ക്വിഡ് ഗെയിമിന്റെ അവനിങ്ങനെ ഭയങ്കര ഇതാണ്. ഞാൻ അതിനെ കൂടെ കൊണ്ടുവരാൻ വിചാരിച്ച, പക്ഷെ ആശാൻ എഴുന്നേറ്റില്ല രാവിലെ. അഖിൽ പറ, എങ്ങനെ ഉണ്ടായിരുന്നു ആശകളായിരം? എങ്ങനെ അഖിലെത്തിയത്? മറ്റേ വിളിച്ചു, അങ്ങനെ വന്നു. നല്ല രസമായിരുന്നു എന്റെ എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ജയറാമേട്ടൻ ആദ്യം കണ്ടപ്പോ എങ്ങനെയായിരുന്നു? ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിക്കാനപ്പോ കഴിച്ചോ? നല്ല നെഞ്ചിടിപ്പുണ്ടായിരുന്നു. അത് ഈ മറ്റേ ഇതൊക്കെ ചെയ്ത് നല്ല പരിചയമുള്ളതുകൊണ്ട് എവിടെ ഒരു സാധനം ഇട്ടാൽ കറക്റ്റ് ആയിട്ട് അത് തമിഴിൽ പറഞ്ഞാൽ വെടിക്കുക എന്ന് പറയും. അത് എവിടെ നിന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. പിന്നെ അല്ലാണ്ട് ഫസ്റ്റ് ഷോട്ട് എടുത്തപ്പോൾ എന്റെ പുറകെ എനിക്ക് കേൾക്കായിരുന്നു ഇതൊക്കെ തന്ത വൈബ പറഞ്ഞ ബെസ്റ്റ് കക്ഷിയാണ്. ഈ യൂട്യൂബ് ചാനൽ ഇപ്പോഴും ഉണ്ടല്ലോ? ഇപ്പോഴുണ്ട്. ഇഷാനിക്ക് യൂട്യൂബ് ചാനൽ അതാണ് നമ്മുടെ വരുമാന മാർഗം. കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ ഇതിപ്പോ തിരക്കാവും, ഈ സിനിമ കഴിയുമ്പോൾ നിങ്ങൾ തിരക്കായി കഴിയുമ്പോ ആവട്ടെ, അതെ, ആയി കഴിയുമ്പോഴത്തേക്കും ചിലപ്പോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് യൂട്യൂബിൽ നിന്ന് തന്നെ ആയിരുന്നിരിക്കാം. അങ്ങനെയാണെങ്കിൽ സിനിമ കണ്ടിന്യൂ ചെയ്യോ, യൂട്യൂബ് തന്നെ കണ്ടിന്യൂ ചെയ്യോ? യൂട്യൂബ് സൈഡിൽ കൂടെ കൊണ്ടുപോകും. അതിനുള്ള സമയം കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. അടിപൊളി. സമ്മതിച്ചു. കാളിദാസിനോട് എപ്പോഴാണോ അതോ ജയറാമേട്ടന്റെ കൂടെ പിന്നെയാണോ ഏറ്റവും ഫണ്ണായിട്ട് തോന്നിയത്? കാളിയോടെ നല്ല രസമായിരുന്നു. നമ്മൾ ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ ജയറാംസിന്റെ കുറച്ച് ഷോട്ട് മാത്രമേ ഉള്ളായിരുന്നു. ഒന്നോ രണ്ടോ ഷോട്ട് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് കാളിയോടെ. ഈ അഖിലിന്റെ പേരിൽ ഒരു NGR NRD അതെന്താണ് ഈ NRD? നൂറിനാട് സ്ഥലപ്പേരാ. നൂറിനാട്. ഞാനത് ഹിറ്റായി കഴിയുമ്പോ MGR NTR എന്നൊക്കെ അറിയുന്ന പോലെ NRD അത് കുളിച്ചത് ഭയങ്കര സംഭവമായി. ഈ പണ്ട് പിന്നെ എന്റെ മോനില്ലേ ചേർന്നിട്ടാ, അവൻ ജനിച്ച സമയത്ത് ഞാൻ മിമിക്രി ആയതുകൊണ്ട് അവൻ ജനിച്ച സമയത്ത് ആദ്യം ഞാൻ നോക്കിയപ്പോ ഞാൻ ഒബ്സർവ് ചെയ്യും. അപ്പൊ ഇവനിങ്ങനെ കിടക്കുമ്പോ ഇങ്ങനെ വായിലിങ്ങനെ പേരിലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ അതൊക്കെ ആകും. അപ്പൊ ഞാൻ വിചാരിച്ചു മറ്റേ നമ്മൾ മിമിക്രി ചെയ്യുന്ന ട്രെയിനിന്റെ ഇതിന്റെ അത് കുറച്ച് കഴിഞ്ഞ് അവൻ കുറച്ചും കൂടി വലുതായപ്പോ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ കിടന്നിട്ട് പായിൽ കിടന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഈ സംസാരിക്കാറായപ്പോ അപ്പൊ ഞാൻ ശരി അപ്പൊ എനിക്ക് ഒരു സ്പാർക്ക് അടിച്ചു. ഇവന് ചിലപ്പോ ഒരു മിമിക്രിക്കാരൻ അല്ലെങ്കിൽ ഒരു സിനിമയിലൊക്കെ വരാൻ സാധ്യത ഉണ്ട്, ഒരു കലാകാരനാണെന്നൊക്കെ ഇങ്ങനെ തോന്നി. ജയറാമേട്ടൻ ഈ കാളിദാസൻ ചെറുതായിരുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും സ്പാർക്ക് അടിച്ചു? ആക്ടർ ആവും അങ്ങനെ എന്തെങ്കിലും? ഞാൻ കിടന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതാണോ? അതായത് കാളി ചെറുപ്പത്തിൽ ഇങ്ങനെ കുഞ്ഞിലെ എന്തെങ്കിലുമൊക്കെ മിമിക്രി ഒരു സ്ഥലത്ത് പോലും ഇങ്ങനെ കാണിക്കുകയോ അല്ലെങ്കിൽ രാത്രി വെച്ചാൽ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അനുകരിക്കുന്ന ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല. ഞാനല്ലാതെ ഇനി വീട്ടില് അമ്മയെ കാണിച്ചിട്ടുണ്ടോ? കൂടുതൽ അടുപ്പം അവനും ചക്കയും അനിയത്തിയാണ് ഉണ്ടാകുന്നത്. അപ്പൊ അവർക്കുള്ളിൽ ഇതൊക്കെ ഉണ്ടായി കാണുമായിരിക്കാം. പക്ഷെ ഞാൻ കാണുന്നത് പ്രത്യക്ഷമായിട്ട് സ്റ്റേജിൽ വെച്ച് മാത്രമാണ്. അതിന് മുമ്പ് ഞാനത് കണ്ടിട്ടില്ല. ഫസ്റ്റ് ഒരു TV അവാർഡ് നൈറ്റിന് അങ്ങനെ പെട്ടെന്ന് കാണിക്കാമോ എന്ന് അവിടെ വെച്ച് ചോദിച്ചിട്ട് അവിടെ വെച്ച് കാണിച്ചിട്ടാണ് ഞാൻ കണ്ടത്. ഈ പണ്ട് ഞാൻ 1-2 സ്റ്റേജിലൊക്കെ മിമിക്രി ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, 1-2 വോയിസ് ഒക്കെ.
ഇപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജയറാമേട്ടൻ ഇപ്പോഴും അപ്ഡേറ്റഡ് ആണ്. സഞ്ജു അപ്പൊ എപ്പോഴും ഒരു സ്റ്റേജ് കിട്ടാൻ വെയിറ്റ് ചെയ്തിരിക്കുക, ആരെങ്കിലും ചോദിക്കാൻ വേണ്ടിട്ട്. ചേട്ടൻ ചോദിച്ചില്ലേ മറ്റേ സെയിം വൈബ് ഉണ്ടോന്ന്? ആ. അച്ഛൻ മകൻ ആ. ഉറപ്പായിട്ട് ഈ പടത്തിനകത്തുണ്ട്. എപ്പോഴായിരുന്നു അല്ല ഞാൻ നിങ്ങളൊന്ന് നിർത്തിയിട്ട് പറയാം. പോകുമ്പോഴത്തേക്ക് ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോ മറ്റേ ക്വസ്റ്റ്യൻ ഇല്ലേ, അതിന്റെ ഉത്തരം ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് കുറച്ച് ടൈം എടുത്ത് ആണ് ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാൻ വയ്യ എന്താണ് ഈ വൈബ്. വൈബ് വൈബ് അല്ലാതെ വൈബ് എന്ന് ഈ ഉദ്ദേശിച്ച് ലൈക്ക് സെയിം വേവ് ലെന്ത് ഉള്ള ആൾക്കാർ. വേവ് ലെന്ത് സെയിം വേവ് ലെന്ത് വരും. ഓ അതാണ് വൈബ്. അറിയില്ല, ഞാൻ ഈ പുതിയ പുതിയ വാക്കുകൾ ഇങ്ങനെ കേൾക്കുമ്പോ വൈബ് ശരിക്കും അതാണല്ലേ വൈബ്. വൈബ് ചെയ്യാന്ന് വെച്ചാൽ ലൈക്ക് ചില്ലി കറക്റ്റ് മൈൻഡ് സെറ്റ് അല്ല അങ്ങനെ സംഭവം ഈ പടത്തില് നല്ലപോലെ ഉണ്ട്. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. ആണല്ലേ? ഇപ്പൊ ട്രെയിലർ ആണെങ്കിൽ പോലും നല്ല ആ ഒരു വൈബ് ഉണ്ട്. പണ്ടത്തെ ആ സിനിമയിൽ കണ്ട സെയിം വൈബ് ഇവിടെ ഉണ്ട്. നിനക്ക് കിട്ടി? എനിക്ക് കിട്ടി. എന്നാ ഞാൻ ചില ജെൻസി ടേംസ് ചോദിക്കട്ടെ, അറിയാമോ? ഈ ജെൻസി തന്നെ ഞാൻ ജെൻസിയെ ഞാൻ ഇന്നലെ ചോദിച്ചത്. റിസ് എന്ന് വെച്ചാൽ എന്താ? റിസ് റിസ്കാ RIZ. എനിക്കറിയില്ല. റിസ് എന്ന് വെച്ചാൽ എന്താ? ഞാനിങ്ങനെ ആലോചിക്കും, ദൈവമേ ഇതിന്റെ അർത്ഥം എന്താ, ഞാനൊരു ജെൻസി ആണല്ലോ. എന്ന് വെച്ചാ ആക്ച്വലി റിസ് എന്ന് വെച്ചാൽ ഭയങ്കര സ്റ്റൈൽ, അങ്ങനെ സ്വാഗ്, അങ്ങനെ പറയണ പോലെ വല്ലോ ആണ്. റിയാസ് ഖാൻ, റിസ് ഖാൻ. ഭയങ്കര സ്വാഗ്. സ്വാഗ് ഇതാണ് എന്റെ റിസൾട്ട്. ഒരു സ്റ്റൈൽ എന്ന് പറയുന്ന പോലെ. ഒരു വേർഡ് അറിയാം, ജെൻസി വേർഡ്. പൂക്കി. പൂക്കി. പൂക്കി എന്ന് വെച്ചാൽ അറിയില്ലേ? ഇല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ അതെ ഞാൻ ചേട്ടാ ഇതുകൊണ്ടാണ് അവൻ തന്ത എന്ന് പറയുന്നത്. എന്തായാലും അതിനൊക്കെ കൂടുതലാക്കും. മുത്തച്ഛൻ വൈബ് എന്ന് പറഞ്ഞാൽ വേറെ ഉണ്ടോ വാക്ക്? കൊറേ ഉണ്ട്. ഡ്രിപ്പ്. ഡ്രിപ്പ്. ഡ്രിപ്പ് എന്ന് വെച്ചാൽ ആ ഡ്രിപ്പ് അല്ല. കണ്ണൂർ കംപ്ലീറ്റ് ജെൻസി പിള്ളേരുമായിട്ടാണോ കമ്പനി? അങ്ങനൊന്നുമില്ല, നമ്മളെപ്പോഴുള്ളത് നമ്മളെ പോലെ. അല്ലല്ലേ? ആ അപ്പൊ ഞാനും തന്ത 90 ഇപ്പോഴത്തെ ജനറേഷൻ മീൻസ് എത്രയോ ഏത് വർഷത്തിന് ശേഷം ജനിച്ചവരെ? എനിക്കറിയില്ല. ജെൻസി ആക്ച്വലി 97 തൊട്ടാണ്. അല്ലല്ല, ആണ്. 2000 സംതിങ്. 97 to 2012 ആണ് ആക്ച്വലി ജെൻസി. പക്ഷേ ഞാൻ 2000, പക്ഷെ എനിക്ക് ഞാൻ സ്വയം ഒരു ജെൻസി ആയിട്ടല്ല ഫീൽ ചെയ്യുന്നത്. പിന്നെ എന്തോ ആൽഫ അത് 2000 ഐ തിങ്ക് 10 കഴിഞ്ഞിട്ടോ. ബ്രോയുടെ മോനൊക്കെ ജെൻ ആൽഫ. അപ്പൊ ഞാനും തന്ത വിഭാഗമാണ് നീ പറഞ്ഞത്. ഓഫ് കോഴ്സ്. അപ്പോ ഡ്രിപ്പ് എന്ന് വെച്ചാൽ ലൈക്ക് നൈസ്. ഡ്രിപ്പ് എന്ന് വെച്ചാൽ നല്ല ഷൂസ്, നല്ല ഔട്ട്ഫിറ്റ്. ഓക്കെ. അപ്പൊ ഞാൻ 3 ട്രിപ്പ്. ഈ അത് നിങ്ങൾ ഈ ജനിച്ച സമയം അല്ലെങ്കിൽ ഒരാളുടെ രൂപം അതൊക്കെ വെച്ചിട്ടാണോ ഇത് ചെയ്യുന്നത്? അല്ല അയാളുടെ മനസ്സ് പറയുന്ന ഒരു പ്രായമുണ്ട്, അത് എത്രയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഞാൻ 12 പറയും 8 ഈ ജയറാമേട്ടന്റെ ഒരുപാട് ഐക്കോണിക് ആയിട്ടുള്ള ഒരുപാട് എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ. പഴയ നമ്മുടെ ഒരുപാട് ജയറാമേട്ടൻ മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന കുറെ സാധനങ്ങൾ, മറ്റേ കണ്ണിങ്ങനെ വെച്ചിട്ട് മറ്റേ തല ഇറങ്ങി വീഴുന്നതും പിന്നെ അങ്ങനെ ഒരുപാട്. അപ്പൊ അത്തരത്തിലുള്ള കുറെ എക്സ്പ്രഷൻസ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. ചെറുതായിട്ട് കുഴപ്പമില്ല. ആ ഒരു ഗണത്തിലേക്ക് വരുന്ന സിനിമയല്ല, എന്നാലും ചില മൈന്യൂട്ടായിട്ട് ജയറാമേട്ടൻ ചെയ്യുന്ന ചില ഉണ്ടാവാം. പണ്ട് മനസ്സിലായി, നീ ഉദ്ദേശിച്ച അതിലേക്ക് വന്ന് വന്ന് പാപപാപയിലേക്ക് മേജർ സ്ട്രൈക്ക്. ഇതിന് ഇടയ്ക്ക് പക്ഷെ അത് പഴയതായി തുടങ്ങി. ഇപ്പോഴും സ്റ്റിക്കേഴ്സ് ഒക്കെ ഞാൻ ജയറാമേട്ടൻ ഇന്റർവ്യൂ എന്നാണ് ആ സാധനം അവര് പൊക്കിയെടുത്തത്. ഒരു ഇന്റർവ്യൂല് പിന്നെയും വന്നു. അതിപ്പോ ഇന്നലെ ട്രെയിലർ ലോഞ്ചിന്റെ ഇതിലും അവർ കട്ട് ചെയ്തിട്ടുണ്ട്. ട്രെയിലർ ലോഞ്ചിന്റെ അവിടെ സ്റ്റേജിൽ 2 വർഷമായിരുന്നു. അല്ല ഞാൻ ചോദിക്കണേ, ഇരിക്കട്ടെ. വേണം വേണം. അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീല് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ശരിക്കും ഫീലിന്റെ മീനിങ് എന്താ? അതായത് ഇതൊക്കെ എന്ത് ഇഷ്ടമാണോ? അല്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അഭിമാനമായിട്ട് അഭിമാനമായിട്ട് അതല്ലേ ഇതൊക്കെ എന്ത് നമ്മളിതൊക്കെ അങ്ങനെയാണോ? ഇതൊക്കെ ആ ഒരു എക്സ്പ്രഷൻ എനിക്ക് അങ്ങനെയാ തോന്നിയിട്ടുള്ളത്. ഇതൊക്കെ എന്ത്, അതാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അല്ല, നമ്മൾ ആക്ച്വലി അതിന്റെ മീനിങ് ഞാൻ തകർത്തല്ലോ ആ സാധനം. ഇതിനെ ഉപയോഗിക്കാതെ. പക്ഷെ ഈ ട്രോള് വരുമ്പോ നിങ്ങൾക്ക് എങ്ങനെയാണ് ട്രോളുകൾ നിങ്ങൾ സ്വീകരിക്കുന്നത്? അതൊരു ദേഷ്യം തോന്നാറുണ്ടോ?
എന്തിനാ? ഫൺ അത്രേ ഉള്ളൂ. നമ്മളെ യൂസ് ചെയ്യാറുണ്ട്. ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പിൽ അയക്കുന്ന സ്റ്റിക്കർ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും വൈകുന്നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴൊക്കെ കാളിബ്രോ ഇടയ്ക്ക് അയച്ചിട്ടില്ലായിരുന്നോ ആ കാളിബ്രോയുടെ സ്റ്റിക്കർ? എനിക്ക് അയക്കും. ഞാൻ മറ്റേ എന്റെ വീട് എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. അതൊക്കെ ഉണ്ട്. ചുറ്റുപാടുമുള്ള സംഗതികൾ എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോക്കാണ് പിന്നെ കാര്യം. ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടാവുക, മറ്റുള്ള ഇങ്ങനത്തെ ചുറ്റുപാടുകൾ നടക്കുന്ന നല്ല നല്ല തമാശകൾ എൻജോയ് ചെയ്യാൻ. ഇതൊന്നും എൻജോയ് ചെയ്യാതെ ഇങ്ങനെ എന്തൊക്കെയല്ലേ സന്തോഷം. ലൈഫ് ഇസ് ഷോർട്ട്. പിന്നെ ലൈഫൊക്കെ ജനമേട്ടൻ നമ്മുടെ ഹോസ്റ്റലിൽ അഭിനയിച്ച സമയത്ത് ജനമേട്ടന്റെ ചുമ്മാ ഇരിക്കില്ല, എപ്പോഴും ഇങ്ങനെ കൗണ്ടറുകൾ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഴയ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളിങ്ങനെ ഒരു കള്ളുഷാപ്പിന്റെ അവിടെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പാലത്തിന്റെ മുകളിൽ നിന്ന് താഴെ നോക്കുമ്പോൾ കള്ളുഷാപ്പ് കാണാം. അപ്പൊ 2-3 അമ്മാവന്മാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ജനമേട്ടൻ ഇങ്ങനെ ഇരുന്നിട്ട് അവർക്ക് ഡബ് ചെയ്യും. അവര് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൗണ്ടർ അടിച്ചാൽ അവര് സംസാരിക്കാൻ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ആക്ഷൻ കറക്റ്റാ. അപ്പൊ അത്തരത്തിലൊക്കെ ഉള്ള എന്തെങ്കിലും ഇപ്പൊ നമ്മൾ രാവിലെ വന്നു കഴിഞ്ഞാൽ നേരെ കാരവനകത്ത് കയറിയിരിക്കുന്നു, ഷോർട്ട് റെഡി എന്ന് പറയുമ്പോൾ ഇറങ്ങി പോകുന്നു. വല്ലപ്പോഴും ചില സമയങ്ങളിൽ കുറച്ചു നേരം പുറത്തിരുന്ന് ഈ ഇത് കാണുക, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ കാണുക, അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും തമാശകൾ ഉണ്ടെങ്കിൽ നോക്കുക. ഒരു പട്ടിയിൽ നിന്നും പൂച്ചയിൽ നിന്നും വേണമെങ്കിൽ നമുക്ക് തമാശ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അത് അങ്ങോട്ട് പോകണത് ഇങ്ങോട്ട് പോകണം നോക്കിയിട്ട് നമ്മളായിട്ട് വിചാരിച്ചാൽ മതി. ഈ പരിസരത്തിൽ തന്നെ നമുക്ക് എത്ര തമാശകളുണ്ട്, എന്തോരം കാര്യങ്ങൾ എൻജോയ് ചെയ്യാം. അതാണ് ജയറാമേട്ടനുണ്ടെങ്കിൽ ഭയങ്കര എന്റർടൈൻമെന്റ് ആണ്. നിങ്ങൾക്ക് അങ്ങനെ സെറ്റില് എൻജോയ്മെന്റ് അങ്ങനെ? എനിക്ക് ബേസിക്കലി ജയറാം അങ്കിളായിട്ട് കോമ്പിനേഷൻ കുറവായിരുന്നു. അപ്പൊ ഞാൻ അങ്കിളിനെ 2-3 ദിവസമേ കണ്ടോളൂ. അപ്പൊ നമുക്ക് അത്രയും ഇന്ററാക്ട് ചെയ്യാൻ ടൈം കിട്ടിയില്ല. പക്ഷെ അങ്ങനെ അച്ഛനുമായിട്ടാണ് എനിക്ക് അതെ അതെ. ഈ പിന്നെ ആശ ചേച്ചിയായിട്ടായിരിക്കുമല്ലോ കോമ്പിനേഷൻ? അല്ല, കാളിദാസ് ആയിട്ടാണ് എനിക്ക് കൂടുതലും ഉള്ളത്. പക്ഷെ എനിക്കും ഷാനിയായിട്ട് ഒരു ഫുൾ ലെങ്ത് ഒരു ചെയ്യുന്ന ആഗ്രഹമുണ്ട്. ഇപ്പൊ ഇതില് കുറച്ച് ഡേസ് ആയിരുന്നു. എന്റെ റോള് മൂവിയിൽ അങ്ങനെ എനിക്ക് ഒത്തിരി സ്ക്രീൻ ടൈം ഇല്ല. റോൾ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്, ബട്ട് സ്ക്രീൻ ടൈം കുറച്ചേ ഉള്ളൂ. അപ്പൊ ഉള്ളത് കൂടുതലും കാളിയുടെ കൂടെയാണ്. ആൻഡ് നമുക്കങ്ങനെ ഒത്തിരി നാള് കിട്ടില്ല. ഐ തിങ്ക് ഹാർഡ്ലി സം 10 ഡേയ്സ് ഷൂട്ട് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്കും ഭയങ്കരമായിട്ട് അഖിലിന്റെ കൂടെ ആയിരുന്നു. പിന്നെ ഈ ഷൂട്ട് എത്ര ദിവസം ഉണ്ടായിരുന്നു? 10-25 ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ ഈ 25 ഒരു മാസത്തിനടുത്ത്. തുടങ്ങുന്നതിന് 3 ദിവസം മുമ്പ് വന്നു, കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞാൽ പോയത്. ഞാനങ്ങനെ നിൽക്കുമായിരുന്നു അവിടെ. അപ്പൊ ഈ ഷൂട്ടിന് വന്ന സമയത്ത് യൂട്യൂബ് ചാനലിൽ എപ്പിസോഡ് കാണുന്നില്ല? അത് ഓൾറെഡി കുറെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കുറെ എടുത്തു വെച്ചിട്ടാ വന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അല്ല, പിന്നെ സമയം ഇടയ്ക്ക് കിട്ടുമ്പോ ഒക്കെ എടുക്കും. അഖില് കൊച്ചിയില് ഷൂട്ടിന് വന്നിട്ട് ഫുൾ ക്ലബിങ് ആയിരുന്നു, രാത്രിയൊക്കെ പോയി. അപ്പൊ ജെൻസി ഇതൊക്കെയാണല്ലേ ക്ലബ് എന്നൊക്കെ ചോദിച്ചത്. ഞാൻ ആദ്യം ഇടയ്ക്ക് കാണുന്നേ. പറയാൻ പറ്റുമോ? ഭാര്യ കാണുന്ന സിനിമ ഈ സിനിമ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു കണ്ടന്റ് ആക്കും യൂട്യൂബ് ചാനലിൽ സ്പൂഫ് പോലെ. എന്തായാലും ചെയ്യും. നമ്മൾ ഓൾറെഡി ഇതിന്റെ പ്രൊമോഷന് വേണ്ടിട്ട് ഞങ്ങള് റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം റിലീസ് ചെയ്ത് ഇനി ഒരെണ്ണം. അതെ, ആ ചേച്ചിയായിട്ട് പറഞ്ഞ ഷൂട്ട് ചെയ്തു. ജയറാമേട്ടന്റെ ഒരു 3 സിനിമകൾ നമ്മൾ റീമേക്ക് ചെയ്യുകയാണെങ്കിൽ കാളിദാസനെ അഭിനയിക്കാൻ അതിനകത്ത് ജയറാമേട്ടന്റെ ഏത് ഒരു 3 സിനിമ പറയും? ഇല്ല, അങ്ങനെ ആഗ്രഹമില്ല. പക്ഷെ എപ്പോഴും നമുക്ക് റീവിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള സിനിമകൾ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, തൂവൽ കൊട്ടാരം, ആ ക്യാരക്ടറുകൾ ചെയ്യാൻ റീക്രിയേറ്റ് ചെയ്യാതിരിക്കുന്നുണ്ട്. അതെ, ജയറാമേട്ടന് റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു 2-3 സിനിമ പറയുന്നത്? അങ്ങനെയൊന്നുമില്ല. എന്താ പറയുക, ഞാൻ ഇതിനോ അങ്ങനൊന്നുമില്ല. ഇത് എല്ലാ സിനിമകളും നമ്മൾ ഇഷ്ടപ്പെട്ട ചെയ്ത സിനിമയാണ്. ബ്രോയൊക്കെ ചിലപ്പോ തിയേറ്ററിലൊന്നും കുറെ ജയറാമേട്ടന്റെ പഴയ പടങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ബ്രോയ്ക്ക് അങ്ങനെ ഏതെങ്കിലും പടം ജയറാമേട്ടന്റെ തിയേറ്ററിൽ കാണണം എന്നിങ്ങനെ തോന്നിയിട്ടില്ല? കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു തിയേറ്ററിൽ. എങ്ങനെ റെസ്പോൺസ് എങ്ങനെയെന്ന് അറിയാൻ വേണ്ടി. അല്ലെ, സംഭവം ഞാൻ തിയേറ്റർ കണ്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ TV തുറന്നു കഴിഞ്ഞാൽ സാറിന്റെ പടങ്ങളാണ് 24 മണി കൊച്ചിലെ. കാരണം സ്കൂളിലൊക്കെ പോയിട്ട് വൈകിട്ട് വരുമ്പോൾ അതിൽ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന സാറിന്റെ പടങ്ങളാണ്. അത് വന്നു കഴിഞ്ഞാൽ മാറ്റത്തുമില്ല, കണ്ടോണ്ടിരിക്കും ഫുള്ള്. നല്ല രസമല്ലേ? അല്ല, ഈ സിനിമ ഏതുതരം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും? ഓൾ കൈൻഡ്സ്, ആക്ച്വലി എല്ലാ ഫാമിലി, യങ്സ്റ്റേഴ്സ് എല്ലാവർക്കും പറ്റിയൊരു മൂവിയാണ്. സ്വഭാവം കൊണ്ടുവരുന്നത് ഫാമിലി അല്ലേ? മെയിൻലി ഫാമിലി. ഫാമിലി ചൂടിങ്ങനെ എന്റെ ഈ നേരത്തെ ഇപ്പൊ പറഞ്ഞ സിനിമകളുടെ പോലത്തെ സിനിമകളുടെ വലിയ ആരാധകരാണ്. അത് എപ്പോഴും ചൂട് പറയാറുണ്ട്, ഒരുമിച്ചൊരു സിനിമ ചെയ്യണമെന്ന് ചൂടിന് എപ്പോഴും ഒരു ആഗ്രഹം പറയും. അങ്ങനെ യാദൃശ്യമായിട്ട് 2018 വിജയം കഴിഞ്ഞിട്ട് വരുന്ന വഴിക്കാണ് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കഥ ഇപ്പൊ ഫുള്ള് എന്റെ മനസ്സിലുണ്ട്. ഞാൻ ഒരു ദിവസം പറയാന്ന് പറഞ്ഞിട്ട് കാളിയോട് പറയുന്നു, കാളി എന്നോട് പറയുന്നു. അങ്ങനെ യാദൃശ്യമായിട്ട് ഇതൊരു വന്നപ്പോ ഒരു നല്ല പ്രൊഡ്യൂസർ വേണം അതിന്. അങ്ങനെയാണ്
ബാദുഷ വഴി കൃഷ്ണമൂർത്തിയിലേക്ക് എത്തി. കൃഷ്ണമൂർത്തി ആ വഴിയാണ് ഗോകുലം ഗോപാലയുടെ അടുത്തേക്ക് എത്തുന്നത്. അങ്ങനെ 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 വരുന്നു. ആശാശരത്ത് വരുന്നു, ഷാനി വരുന്നു, ഇങ്ങനെ അവരുടെ വരുന്നു വന്ന് പ്രൊജക്റ്റാണ്. അപ്പം അതിന് എന്ന് പറഞ്ഞൊരു ഒരു ഡയറക്ടർ ബ്രില്യൻ്റ് ആയിട്ട് ഇതിനകത്തേക്ക് വന്നാണ് ഏറ്റവും വലിയ. ഞാൻ ആദ്യം ജൂഡ് ചെയ്യാൻ പോകുന്ന വിചാരിച്ചപ്പോൾ ജൂഡ് തന്നെ പറഞ്ഞു എന്നേക്കാൾ ബെസ്റ്റ് ഡയറക്ടർ ഞാൻ തരാം. വടക്കൻ സെൽഫി ചെയ്ത പ്രജിത്ത എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വളരെ ഇപ്പൊ ഒരു എന്താ പറയുക, പ്രജിത്ത് വളരെ സൈലന്റ് ആയിട്ട് പോകുന്ന ആളാണെങ്കിലും ഞങ്ങളുടെ ഈ സിനിമയ്ക്ക് കിട്ടിയത് ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ പ്രജിത്തിനെ പോലത്തെ ആളെ കിട്ടിയത്, സ്വരൂപിനെ പോലത്തെ ഒരു ക്യാമറാമാനെ കിട്ടിയത്, ഷെഫീഖിനെ പോലത്തെ എഡിറ്ററെ കിട്ടിയത്, സനലിനെ പോലത്തെ ഒരു മ്യൂസിക് ഡയറക്ടറെ കിട്ടിയത്, അങ്ങനെ 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 എല്ലാം കൂടി വന്ന് പ്ലേസ് ചെയ്തപ്പോൾ ക്യൂട്ടായിട്ടുള്ള സിനിമ കുറവുണ്ട് ഇപ്പോഴും. ഞാനതിനകത്ത് ഇല്ലാതായി. എന്റെ ഒരു ചെറിയ അതിന്റെ സ്കോർ ചെയ്ത ഈ ഇന്റർവ്യൂവിൽ നീ ബെറ്റർ ആയിട്ടുണ്ട്. അല്ല, ഞാൻ അവിടെ നേരത്തെ ക്ലാസ് പിന്നെ എന്റെ പ്രായം നോക്കരുത്, നീ എന്നെ തുടക്കണമെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടല്ലേ ഇല്ല, കഴിഞ്ഞ മുതലെടുത്ത് ഞാൻ ബഹുമാന സംഭവമായിട്ട് എങ്ങനെ മിണ്ടായിരിക്കും സത്യം പറഞ്ഞ. ഈ പടത്തിൽ വേറെ ആക്ടേഴ്സ് വേറെ ആരൊക്കെയാണ് ഉള്ളത്? ഷറഫുദ്ദീൻ ഉണ്ട്, ആശ ചേച്ചി ചേച്ചി ഉണ്ട്. ചേച്ചി പിന്നെ നമ്മള് ഗ്ലിംസിലും കണ്ടതാണ്, ട്രെയിലറിലും കണ്ടതാണ്. ഇതില് ഭയങ്കര ഒരു മെയിൻ ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന ഷറഫുദ്ദീനാണ്. തിങ്ക് റിലീസ് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി കൂടുതൽ. അതെ അതെ കറക്റ്റാണ്. ഷറഫ് ഒന്ന് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അത് ഷറഫ് തന്നെ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളത്. അല്ല, ട്രെയിലറിനേക്കാളും സിനിമയിൽ അത് പുള്ളിയുടെ ഷോട്ട് കാണുമ്പോൾ നമുക്കറിയാം എന്തോ ഫണ്ണായിട്ടുള്ള എന്തൊക്കെ സംഭവങ്ങളുണ്ട്. ഫണ്ണാണോ? അങ്ങനെയല്ല, ഷറഫുദ്ദീൻ അദ്ദേഹം നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് പ്രൊഡക്ഷൻ ബാക്കി കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും നമ്മൾ വിളിച്ചപ്പോൾ ഒരു ഷോർട്ട് നോട്ടീസിൽ ഓടി വന്നത് ചെയ്യാൻ ഇതിന് ഞങ്ങൾ 3 പെരുമ്പാവൂർക്കാർക്ക് വേണമെങ്കിൽ പറയാം. ആശാശരത്ത് പെരുമ്പാവൂരാണ്, ഞാൻ പെരുമ്പാവൂർക്കാരനാണ്. ഷറഫുദ്ദീനെ എനിക്ക് ആലുവ കണ്ടന്തറ ആണ്. കണ്ടന്തറ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പെരുമ്പാവൂരിലേക്ക് ഞങ്ങൾ ചേർന്നു ഇൻവിറ്റീൻ ആണെങ്കിൽ. ഈ സിനിമയില് ഏറ്റവും കൂടുതൽ ടേക്ക് പോയത് ആർക്കായിരുന്നു? തെറ്റിച്ച് എന്നു പറയില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി. നിനക്ക് നമ്മള് യൂട്യൂബ് ചാനലിന്റെ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് നമ്മുടെ സിനിമയിലേക്ക് വരുമ്പോ സിനിമ വേറൊരു ഇതാണ്, എക്സ്ട്രീംലി ഡിഫറെന്റ്. ഒരുപാട് എന്തെങ്കിലും പ്രിപ്പറേഷൻസും അല്ലെങ്കിൽ എന്തെങ്കിലും തയ്യാറെടുപ്പുകളും പ്രിപ്പയർ ചെയ്ത് ഞാൻ കുളവാക്കും, അതുകൊണ്ടൊന്നും ചെയ്യാൻ പോയില്ല. അധികം പ്രിപ്പറേഷൻ എടുക്കാൻ പോയി ഞാൻ കുളവാക്കും. അതുകൊണ്ട് നോർമലി വരുന്ന പോലെ ഞാൻ ചെയ്ത്. ഫസ്റ്റ് ഡയലോഗ് ഓർമ്മയുണ്ടോ? ആദ്യം പറഞ്ഞ ഡയലോഗ് ആദ്യം ഒരു സീനായിരുന്നു. അല്ല, കാളിപ്പുറ കയറി വരുമ്പോ എന്ന് പറഞ്ഞൊരു ഡയലോഗ് ആയിരുന്നു ആദ്യം. അതെ, അത് പക്ഷെ ഡയലോഗ് ഇല്ല, സ്റ്റോക്ക് കെട്ടി പോയില്ലേ അത്. ഡയലോഗ് ഉണ്ടോ? ലെങ്തി ഡയലോഗ് ഉണ്ടോ? ചെറിയ കൗണ്ടർ അടിക്കൂലേ? പിന്നെ അവൻ ഡബില് ഞാൻ നോക്കിയപ്പോ സീനിൽ ചെയ്യാത്തൊക്കെ ഞാൻ ഡബിങ്ങിന് പോയപ്പോ കുറെ ഫില്ല് ചെയ്തിട്ടിരിക്കുക. അവിടെ ഇവിടെ എടുക്കുമല്ലോ, ചളിയാണെങ്കിൽ കിടക്കട്ടെ. ഈ സിനിമ ഹിറ്റ് ആവുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുക അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന ഒരു 2-3 കാര്യങ്ങൾ? അല്ല, ഞാനൊരു കാര്യം ചെയ്യാം. സെന്തിലോട് ഞാൻ അങ്ങോട്ട് ഒരു ചോദ്യം ചോദിക്കും. സെന്തിൽ വന്നിട്ട് ഗോകുലത്തിന് വേണ്ടി ഒരു ഗസ്റ്റ് ആയിട്ട് ഞങ്ങളൊന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതെ, സെന്തിൽ ഒരുപാട് സിനിമകൾ കാണുന്നതാണ്. ഇപ്പൊ ആഴ്ചയിൽ 4 സിനിമ 5 സിനിമ വെച്ച് ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അതെ, എത്രയോ സിനിമകൾ വരുന്നു, വിജയിക്കുന്നു, പരാജയപ്പെട്ടു പോകുന്നു, തിയേറ്റർ വിട്ടു പോകുന്നു, ഒരു ദിവസം കൊണ്ടൊക്കെ. അങ്ങനെ ഒരുപാട് ജനങ്ങൾക്ക് ഓപ്ഷൻ ഒരുപാടാണ്. മറ്റേത് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാനൊരു പ്രേം നസീറിന്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം നോട്ടീസ് ഇറങ്ങും, ഇനിയും 10-15 ദിവസം എന്നുള്ളത്. അത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ പാട്ട് പുസ്തകം ഇറങ്ങി. ആ പാട്ട് പുസ്തകം ഇറങ്ങിയിട്ട് അതിനകത്ത് കഥാസാരം എഴുതി വായിച്ചിട്ട് കാത്തിരിക്കും, കൗണ്ട് ഡൗൺ പോലെ, ഇനി അടുത്ത വെള്ളിയാഴ്ച വരാൻ അങ്ങനെ കാത്തിരുന്ന് കാണുന്ന ഒരു സമയത്ത്. ഇന്ന് അങ്ങനെയല്ല, ഒരുപാട് ഓപ്ഷൻസ് ആണ്. സെന്തിലിനെ പോലത്തെ ഒരാൾക്ക് ഇങ്ങനെ കാണുമ്പോൾ, ദൂരെ നിന്ന് കാണുമ്പോൾ, ഫെബ്രുവരി 6 റിലീസ് ചെയ്യുന്ന ആശകളായിരുന്നുള്ള സിനിമ കാണണം തോന്നുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് കാണാൻ തോന്നുന്നു എന്നുള്ള ഒറ്റ കാര്യം പറഞ്ഞു. എനിക്ക് തോന്നിയ ഓഡിയൻസ് ഒറ്റ കാര്യം, ഈ ട്രെയിലറിന് മുന്നേ ഇറങ്ങിയൊരു സംഭവല്ലേ, അതില് ഒരു വൈബ് ഭയങ്കരമായിട്ട്. അത് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചതാണ് ഇത് നമ്മൾ ഫാമിലി ആയിട്ട് പോയി കണ്ടിരിക്കും തോന്നി. ഉറപ്പായിട്ടും ഗുഡ്. അത് തന്നെയായിരിക്കും ഒരുപക്ഷെ പബ്ലിക്കിനും തോന്നും. അത് കഴിഞ്ഞ് ട്രെയിലർ വന്നപ്പോ അതിനേക്കാൾ ഇരട്ടിയായി കുറെ കാര്യങ്ങൾ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും ചില വീട്ടുകാര്യങ്ങളുടെ ഒക്കെ. അപ്പൊ ഫാമിലി ആയിട്ട് നമുക്ക് വർഷങ്ങളായിട്ട് മിസ് ചെയ്ത് എന്തൊക്കെയോ കുറെ സംഭവങ്ങൾ വീണ്ടും നമുക്ക് സ്ക്രീനിൽ കാണാൻ അല്ലെങ്കിൽ നിങ്ങൾ കാണിച്ചു തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ജൂഡിന് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ സിനിമകളിലൊന്നാണ് വീണ്ടും ചില വീട്ടുകാര്യങ്ങളെ പോയി.
അത് തിരിച്ച് എപ്പോഴും പുള്ളി പറയാറുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോ അതിന്റെ ഒരു തോന്നുന്നു, ഫീല് തോന്നുന്നു. ഈ ജയറാമേട്ടനെ ഈ പഴയ ഒരുപാട് ലെജൻസിനോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പൊ ഈ പുതിയ തലമുറയോടൊപ്പം അഭിനയിക്കുമ്പോൾ പഴയ ആൾക്കാരെ മിസ് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ മിസ് ചെയ്യും എന്തായാലും, എന്നാലും ഈ ഞാൻ മാത്രമല്ല മിസ് ചെയ്യുന്നത്, മലയാളികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഴുവൻ മിസ് ചെയ്യുന്ന ഒരു കാര്യമല്ലോ. ജയറാമേട്ടൻ കൂടെ അഭിനയിക്കുന്നപ്പോ ഇത് ഈ മലയാള സിനിമ ഈ പുതിയ ആൾക്കാരിലും ഭദ്രമാണ് എന്ന് തോന്നാറില്ല? അങ്ങനെ കാലഘട്ടങ്ങൾ മാറി വരുമ്പോൾ പുതിയ പുതിയ ടെക്നോളജി വരുന്നു, പുതിയ ആളുകൾ വരുന്നു, അതിങ്ങനെ മാറിപ്പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഉള്ള ആളുകൾ കുറച്ച് കഴിയുമ്പോൾ അവർ പഴയതാവും, അപ്പോഴത്തെ പുതിയ ആൾക്കാർ വരും. അതൊക്കെ ഒരു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, കാലഘട്ടങ്ങൾ മാറി പോയിക്കൊണ്ടിരിക്കും. പക്ഷെ എന്നും നമുക്ക് മലയാളത്തിലെന്ന് പറയുന്ന കുറച്ച് കിട്ടിയ അമൂല്യമായ സമ്പത്തുകളുണ്ട്. അത് മലയാളികൾക്ക് എന്നും അഭിമാനമായിട്ട് വയ്ക്കാവുന്ന കാര്യമല്ലേ. ഇപ്പൊ എന്റെ തന്നെ സിനിമ എൻ്റെ നോക്കിക്കൊള്ളൂ. പത്മനാഭൻ സാറിനെ പോലത്തെ ഒരു ഡയറക്ടറെ കൂടെ വരാൻ പറ്റി, അല്ലെങ്കിൽ പത്മനാഭൻ സാറിനെ പോലത്തെ റൈറ്ററെ കൂടെ വരാൻ പറ്റി എന്നുള്ളത് എന്നും ഞാൻ അഭിമാനമായിട്ട് പറഞ്ഞൊരു കാര്യം. അതേപോലെ തന്നെ ആദ്യം എന്നെ സിനിമയിലേക്ക് കൊണ്ടുവരുന്ന നിർമ്മാതാവ് എന്ന് പറയുന്ന ഹരിപോത്തൻ സാറാണ്. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ഒരു പ്രൊഡ്യൂസറുടെ കയ്യിലൂടെ വരാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായില്ല. പിന്നെ അന്ന് തൊട്ട് എത്ര നല്ല ഡയറക്ടേഴ്സ്, കാരണം അവരൊക്കെ പ്രൂവ് ചെയ്തവരാണ്. ഇപ്പൊ IV ശശി എന്ന് പറഞ്ഞൊരു ഡയറക്ടർ, അദ്ദേഹം 150-100 സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 90 സിനിമയും 150 ദിവസം ഓടിച്ചൊരു ഡയറക്ടറാണ്. ചിലപ്പോ ഇന്ത്യയിൽ നല്ല ഏഷ്യയിൽ പോലും ലോകത്തങ്ങനത്തെ ഒരു ഡയറക്ടർ ഉണ്ടാവില്ലേ IV ശശിയെ പോലത്തെ ഒരു ഡയറക്ടർ. ചെയ്ത സിനിമകൾ മുഴുവൻ 100-150 ദിവസമാണ്. അത്തരം ഒരു ഡയറക്ടേഴ്സിന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായില്ല. അതൊക്കെ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും വലിയ കാര്യം. തീർച്ചയായും. ഇപ്പോ കണ്ണൻ എന്തെങ്കിലുമൊക്കെ സിനിമയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ജയറാമേട്ടനോട് ചോദിക്കാറില്ലേ? എല്ലാം സ്വന്തമായിട്ട് പിള്ളേരൊക്കെ അവരവര് പിന്നെ അവരവര് തീരുമാനം. ഈ ജയറാമേട്ടൻ അവരോട് ചോദിച്ചിട്ടാണ് ഓരോ കാര്യം. ഇപ്പൊ ഞാൻ ചോദിച്ചില്ലേ വൈബൻ എന്തൊക്കെയോ അതൊക്കെ മറന്നു. അല്ല, ഈ ജയറാമേട്ടൻ തുടക്കകാലത്തൊക്കെ ജയറാമേട്ടൻ ഒരു തീരുമാനം എടുക്കാനും അല്ലെങ്കിൽ സിനിമയെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ ആരോടാണ് അങ്ങനെ? എന്റെ ഗുരുനാഥൻ ജീവിച്ചിരുന്ന കാലത്തോളം പത്മനാഭൻ സാറിനോടാണ് ചോദിക്കുക, അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക. അതിനുശേഷം കാലാകാലങ്ങളിൽ വന്നിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു, റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു, അവരോടൊക്കെ ചോദിക്കും. എന്നാലും എനിക്കൊരു ശക്തി എന്ന് പറയുന്നത് പപ്പേട്ടൻ തന്നെയായിരുന്നു. അതിനുശേഷം എനിക്ക് ചേച്ചിയുണ്ട്, ഞാൻ ചോദിക്കും. സാറിൻ്റെ ഒരു പപ്പനുണ്ട്, മാധുവുണ്ട്, ആ കുടുംബമുണ്ട്, അതുമായിട്ടൊക്കെ അങ്ങനെയുള്ള ഒരു അടുപ്പമാണ്. എൻ്റെ വീട്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ അടുപ്പമാണ് എനിക്ക് അവരായിട്ട്. അപ്പൊ എനിക്ക് എന്തൊരു വിഷമം വരുമ്പോഴും അങ്ങനത്തെ ഒരു ഘട്ടം വരുമ്പോഴും പരാജയങ്ങൾ വരുമ്പോഴും ഇതൊക്കെ ഞാൻ കുറെ കണ്ടതാണ്. വിജയങ്ങളൊക്കെ കൂടുതൽ പരാജയങ്ങൾ കണ്ട ആളാണ്. അതുകൊണ്ട് ഇതൊന്നും ഇങ്ങനെയൊക്കെ വരുമ്പോൾ വിഷമങ്ങൾ വരുമ്പോൾ ഞാൻ ചേച്ചിയെ വിളിക്കും, അത്രേ ഉള്ളൂ. ഈ ഇഷാനി പറഞ്ഞ നേരത്തെ പടം കഴിച്ചിട്ട് പിന്നെ കുറെ ഗ്യാപ്പ് വന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്തൊക്കെ ഇതുപോലെ ആരെങ്കിലും നല്ല ഉപദേശങ്ങളൊക്കെ തരുന്ന ആരായിരിക്കും? അച്ഛൻ? ഞാനങ്ങനെ ഡിപ്രഷനിലൊന്നും അല്ലായിരുന്നു. അച്ഛൻ പൊതുവെ, ഞാൻ ഇന്നലെ സ്റ്റേജിൽ പറഞ്ഞായിരുന്നു, ഇപ്പൊ ഇങ്ങനെ മൂവിക്ക് പോകുന്നതിന് മുന്നേ എന്ത് അഡ്വൈസ് ആണ് തന്നെ അങ്ങനെയൊന്നും തരാറില്ല. അച്ഛൻ ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ നല്ല അഡ്വൈസ് തന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് തന്നതേ ഉള്ളൂ. സിനിമ കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ പറഞ്ഞു തന്നിട്ടൊന്നും. അങ്ങനൊന്നും ഇല്ല, അഡ്വൈസ് ഒക്കെ പറഞ്ഞാലും കേൾക്കത്തില്ലെന്ന് അറിയാം. അല്ല, ഇനി അങ്ങോട്ട് പോകുമ്പോ ഭയങ്കര ഹിറ്റായി ഇങ്ങനെ തിരക്കിലൊക്കെ പോകുമ്പോഴത്തേക്കും ആവട്ടെ, നാളെ പൊന്നാവട്ടെ. ഹിറ്റാണ് ഓൾറെഡി, ഹിറ്റാണ്. അല്ല, ഈ തിരക്കിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ കുറെ കാര്യങ്ങളൊക്കെ കുറെ ഉപദേശങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആരോട് ചോദിക്കും? അല്ല, ഇപ്പം എന്റെ ഡ്രസ്സിങ് പോലും അച്ഛൻ വൈഫൊക്കെയാണ് സെലക്ട് ചെയ്യുന്ന പോലും. അപ്പൊ അവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അവരുടെ അഡ്വൈസ് ആണ് ഏറ്റവും കൂടുതൽ കേൾക്കാറ്. അടിപൊളി. ഒന്നുമില്ല, അതെ, നമുക്ക് വൈകിട്ട് ചെയ്യാൻ സമയമാണെങ്കിൽ ഒരു ചോദ്യം കൂടെ ഇതിനകത്ത് നമുക്ക് ഈ എന്നെങ്കിലും ഇനി നമുക്ക് ജയറാം പാർവതി പോകുമ്പോ നമുക്ക് ഇനി ഈ സിനിമ ആദ്യത്തെ ദിവസം വന്ന് ഞാനും കണ്ണനും റെഡിയായി മേക്കപ്പ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ആശാശരത്തിൽ ചോദിച്ച ഫസ്റ്റ് ഒരു കാര്യമാണ്, എന്തായാലും രണ്ടുപേരും ഇറങ്ങി. അമ്മയുടെ വിളിച്ച് എന്നെ എന്തിനാ വിളിച്ചാ പാർവതി വിളിച്ചാ പോരെ. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്നിട്ട് വേണം കുടുംബമായിട്ട് സകുടുംബം ഇറങ്ങിയിരിക്കുന്ന നാട്ടുകാരെ കൊണ്ട് പറയും. അപ്പൊ എന്തായാലും ഫെബ്രുവരി 6-ാം തീയതി ഫാമിലി ആയിട്ട് പോയി കാണുക. അതെ, കണ്ട ശേഷം വിളിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടോ പ്രേക്ഷകരോട്? എല്ലാരും പടം പോയി തിയേറ്ററിൽ കാണണം. സപ്പോർട്ട് ഫസ്റ്റ് പടം. അപ്പൊ എന്തായാലും എന്നെ സപ്പോർട്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യണം, പോയി കാണണം, വിജയിപ്പിക്കണം, വൻ ഹിറ്റാക്കി മാറ്റണം.
അതെ. അത് അവന് ഫാനിൽ മാത്രം മതി. മാത്രം ഇത് ഞാൻ മാത്രം കയറിയാലേ പടം ഓടും. കേറണേ പക്ഷെ ഇവന്റെ ഫാൻസ് ഒക്കെ കൊച്ചുകുട്ടികളാണെന്ന് ഇവിടെ കൊച്ചുകുട്ടികളാ അല്ലേ? അതാണ് ബെറ്റർ. അതാണ്. ഒരു കൊച്ചുകുട്ടി പോവാണെങ്കിൽ അമ്മവും അച്ഛൻ പോവും. അപ്പൊ 3 പേര് ഇവൻ ഭയങ്കര ബ്രില്യന്റ് ആണ് കേട്ടോ. ടാക്ടിക്സ്. അപ്പൊ എന്തായാലും ജെറാൾഡ് ഒരുപാട് സന്തോഷം നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ. താങ്ക് യു സർ, താങ്ക് യു. താങ്ക് യു ഇപ്പൊ ട്രോൾ കിട്ടിയതേ. ഓക്കെ, അപ്പൊ നമസ്കാരം. താങ്ക് യു.